ഹരിമാർ സാർ നമസ്കാരം. നമസ്തേ. നിലവില് ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗമായിട്ട് തുടരുകയാണ് പത്മജ വേണുഗോപാൽ. ലീഡർ കെ കരുണാകരന്റെ മകള്. അവർക്കിപ്പോ ഒരു ലോട്ടറി അടിച്ചിരിക്കുന്നു എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ലോട്ടറി എന്ന് പറയുന്നത് ഒരു വലിയ സ്ഥാനം അവരെ കാത്തിരിക്കുകയാണ്. അമിത്ഷാ അടക്കം അവരെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വിളിച്ചിരിക്കുന്നു എന്നൊക്കെ കേൾക്കുകയാണ്. അതായത് രാജ്യ തലസ്ഥാനത്തെ ലഫ്റ്റനന്റ് ഗവർണറായിട്ട് വരാൻ വേണ്ടി പോകുന്നത് പത്മജ വേണുഗോപാൽ ആണ് എന്നാണ് കേൾക്കുന്നത്. ഇതിനോടകം പല പ്രേക്ഷകരുമൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് യഥാർത്ഥത്തിൽ ബി ജെ പിക്കാരോട് കാണിക്കുന്ന ഒരു നെറുകേടല്ലേ. കാരണം നമുക്കറിയാം 2026 മാർച്ച് 7-നാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വരുന്നത്. എത്രയോ കാലം അടിത്തട്ട് മുതൽ പ്രവർത്തിച്ച് വരുന്ന നിരവധിയായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ബി ജെ പി നേതാക്കളുണ്ട്. അവരൊന്നും എവിടെയും എത്താത്ത ഒരു സാഹചര്യം നിലനിൽക്കെ പെട്ടെന്ന് പാർട്ടിയിലേക്ക് വന്ന ഒരാളെ രാജ്യതലസ്ഥാനത്തെ ലഫ്റ്റനന്റ് ഗവർണറൊക്കെ ആക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരെ അവഹേളിക്കല്. അല്ല, എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വളരുമ്പോൾ പല ഭാഗത്തു നിന്നും ആൾക്കാർ അതിലേക്ക് എത്തപ്പെടും. അങ്ങനെ എത്തപ്പെടുന്നവരെ ഏതു രീതിയിലാണ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കേണ്ടത് അതറിയാവുന്നവരാണ് കേന്ദ്ര ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നത്. അങ്ങനെയാണ് ബി ജെ പി ഏതാണ്ട് ഒരു അജയ്യമായ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ദേശീയ തലത്തിൽ വളർന്നത്. കേരളത്തില് അത് ജയിക്കാതിരുന്നതും ഈ എക്സ്ക്ലൂസീവിസ്റ്റ് ആറ്റിറ്റ്യൂഡ്, അതായത് ബസ്സിൽ കയറി കഴിഞ്ഞാലുള്ള പല ആൾക്കാർക്കും ഒരു ചിന്തയുണ്ട്, പുറത്ത് നിൽക്കുന്ന ആരെയും ഇനി കയറ്റണ്ട, ഇനി നമ്മളെല്ലാം കൂടെ അങ്ങ് പോയി കാണുന്നിടത്തൊന്നും വണ്ടി നിർത്തുന്ന വേസ്റ്റാണ്. ഇത് ഇങ്ങനെ ഉള്ള ഒരു ചിന്താഗതിക്കാരുടെ ആധിക്യ നിമിത്തമാണ് കേരളത്തിലെ ബി ജെ പി വളരാതിരുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പിയിലോട്ട് പുറത്തു നിന്നുള്ള നേതാക്കന്മാർ വരാതിരുന്നത്. നിങ്ങൾ ബി ജെ പി വളർന്ന സംസ്ഥാനങ്ങൾ എടുത്തു നോക്കൂ. പിന്നെ ഈ ബി ജെ പി ഇന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്ന സംസ്ഥാനമാണ് ആസാം. കോൺഗ്രസ് നേതാവായിരുന്നു ഹൈമന്ത ബിശ്വാസ് ശർമ്മ. ആ ഹൈമന്ത ബിശ്വാസ് ശർമ്മയാണ് ഇന്ന് ആസാമിൽ മാത്രമല്ല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന നേതാവായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം ഭാവിയിൽ പ്രധാനമന്ത്രി വരെ ആകും എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അത്ര ശക്തനായ നേതാവാണ്. എല്ലാ ദേശീയ വിഷയങ്ങളിലും അഭിപ്രായം പറയും. ഹരിയാനയിലെ ഇലക്ഷനിലെ മുഖ്യ പ്രചാരകൻ ഹൈമന്ത ബിശ്വാസ് ശർമ്മയായിരുന്നു. ബംഗാളിൽ എടുത്തു നോക്ക്, സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസിലല്ലായിരുന്നു, അതിനു മുമ്പ് കോൺഗ്രസിലല്ലായിരുന്നു. അത് ത്രിപുരയിൽ നോക്കുക. ഇത് ഇങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വളരാൻ പറ്റുകയുള്ളൂ. ഇപ്പോ തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന അണ്ണാമല എ ബി വി പി വഴി RSS ശാഖയിലൂടെ വന്ന് ബി ജെ പി നേതാവായതൊന്നും അല്ലല്ലോ, IPS ഓഫീസർ അല്ലായിരുന്നു. അതുപോലെ തന്നെ നിരവധി ആൾക്കാരുണ്ട്. ഇതൊക്കെയെന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ഇവിടെ പത്മജ വേണുഗോപാലിന്റെ പ്രസക്തി എന്താണ്? ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം. കേരളത്തിലെ ബി ജെ പി വർഷങ്ങളായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പാർട്ടി ഇക്കോസിസ്റ്റത്തിലൂടെ, അതായത് രാവിലെ ശാഖയിൽ പോയി, അവിടുന്ന് പതുക്കെ ABVP ആയി, പിന്നെ യുവമോർച്ചയിലെത്തി, പിന്നെ വളർന്ന് ബി ജെ പിയിലെത്തി. ഇങ്ങനെ വളർന്ന ഏതെങ്കിലും ഒരുത്തിന് കേരളത്തിലെ ഇലക്ഷനിൽ ജയിക്കാൻ പറ്റും? രാജഗോപാൽ ജയിച്ചത് ഒരുപാട് നിന്ന് തോറ്റ് ജയിച്ചു. അത് ആ മണ്ഡലത്തിൽ സ്വാമി സത്യാനന്ദ സരസ്വതി എന്നൊരു മഹാനായ ഹിന്ദു നേതാവ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഗുഡ് ആയിരുന്നു അദ്ദേഹം പ്രയോജനപ്പെടുത്തിയത്. അത് പോട്ടെ. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കുക. പണ്ടൊക്കെ ബി ജെ പി തോക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന പരമ്പരാഗത ബി ജെ പിക്കാർ പറയും CPM-ഉം കോൺഗ്രസും കൂടെ ഒത്തുചേർന്ന് ബി ജെ പിയെ തോപ്പിച്ചു. എവിടെ തോറ്റാലും തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യം എന്താണ് ചർവിത ചർവണം പോലെ പറഞ്ഞ കാര്യമാണ്. അതായത് ബി ജെ പി വർഗീയത പ്രചരിപ്പിക്കും അത് മാത്രമല്ല, ഉടനെ തോക്കുന്ന ബി ജെ പിക്കാര് വേറൊരു ന്യായം പറയും, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളോട് വോട്ട് ചെയ്ത് ഞങ്ങളെ അങ്ങ് തോപ്പിച്ചു. ഇതായിരുന്നു ഈ പറയുന്ന തോൽക്കാനായി ജനിച്ചവൻ ഞാനെന്ന് പറഞ്ഞിട്ട് ഇലക്ഷനിൽ പോകുന്ന ഇവരുടെയൊക്കെ മുഖമുദ്ര. അങ്ങനെ ഉള്ളിടത്തോട്ട് സുരേഷ് ഗോപി എന്ന ഒരാള് ഈ കഴിഞ്ഞ തൃശ്ശൂർ വന്നു. അദ്ദേഹം അതിനു മുമ്പ് തന്നെ തൃശ്ശൂരിൽ ഇലക്ഷൻ നിന്നു. അവിടെ തന്നെ ആ മണ്ഡലത്തിൽ തന്നെ നിന്ന് പ്രവർത്തിച്ചു. അദ്ദേഹം ആ മണ്ഡലത്തിൽ എന്താ കോൺഗ്രസ്സുകാരും CPM-കാരും വോട്ട് മറിച്ചില്ലേ? ആ മണ്ഡലത്തിൽ എന്താ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുമിച്ച് വോട്ട് ചെയ്ത് ബി ജെ പിയെ തോപ്പിക്കാൻ ശ്രമിച്ചില്ലേ? ഇതൊക്കെ ഉണ്ടായിട്ടും പുഷ്പം പോലെ അദ്ദേഹം ജയിച്ചില്ലയോ? 1-2 വോട്ടിനല്ല, 70,000-ലധികം വോട്ടിന്.
അപ്പോ വോട്ടിന് ഇലക്ഷന് ജയിക്കണമെങ്കിൽ ഈ പറയുന്ന ഇക്കോ സിസ്റ്റത്തിലൂടെ ആ BJP സംഘപരിവാർ ആവാസ വ്യവസ്ഥയിലൂടെ മാത്രം കടന്നു വരുന്നവർ പോരാ. അതായത് ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. ഒരു ഇലക്ഷന് ജയിക്കണമെങ്കിൽ പാർട്ടിയുടെ വോട്ട് വേണം. ഇപ്പം തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ച അദ്ദേഹത്തിന്റെ മാത്രം വോട്ട് കൊണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. RSSകാരുടെയും BJPക്കാരുടെയും എല്ലാ വോട്ടും ഉണ്ടാകും. പക്ഷേ അതോടൊപ്പം ഒരു 50,000 വോട്ട് പിടിക്കാനുള്ള ശേഷി സുരേഷ് ഗോപിക്കുണ്ട്. ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ സ്വന്തമായിട്ട് ഒരു 15,000 വോട്ട് കൊണ്ടുവരാൻ പറ്റണം അയാൾക്ക്. അല്ലാതെ ഞാൻ രാവിലെ തൊട്ട് കൊടിയും പിടിച്ചുകൊണ്ട് നടന്നതാണ്, ഞാൻ ശാഖയിൽ പോയിട്ടുണ്ട്, ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഇവിടെ പോയിട്ടുണ്ട്, ഇതൊന്നും കൊണ്ട് ജയിക്കത്തില്ല. അങ്ങനെയുള്ളവരെ കേന്ദ്ര നേതൃത്വത്തിന് മതിയായി. അവര് കുറെ കണ്ട് ഈ വീരവാദങ്ങളും പിന്നെ ഇതെല്ലാം കേട്ട് അവർ മടുത്തു. അപ്പൊ പത്മജയെ കൊണ്ടുവന്നത് അത് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം. അത് തൃശ്ശൂരിൽ ഗുണം ചെയ്തതെന്ന് ഞാൻ പറയും. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഒരു ഘടകം പത്മജയായിരുന്നു. അതിന്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ BJPക്ക് വോട്ട് ചെയ്യുന്നതിൽ ഒരു നല്ല വിഭാഗം ആൾക്കാര് പഴയ ഗ്രൂപ്പുകാരുണ്ട് കോൺഗ്രസ്സില്. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൾക്കാര് പൊതുവെ ഹിന്ദുക്കളായിരുന്നു, അല്ലെ കുറച്ച് ക്രിസ്ത്യാനികളും. ഇവര് പൊതുവെ ദേശീയവാദികളും അല്പം പിന്നെ സോഫ്റ്റ് ഹിന്ദുത്വ ലൈൻ സ്വീകരിക്കുന്നവരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാ. മിഡിൽ ക്ലാസ്സുകാരാണ്, കുറച്ച് മുതലാളിത്ത മാനസികാവസ്ഥയുള്ളവരാണ്. ഇതാണ് ഈ പഴയ ഗ്രൂപ്പ്. ഇവരായിരുന്നു യഥാർത്ഥത്തിൽ CPM-നെതിരെ പോരടിച്ചുകൊണ്ടിരുന്ന കേരളത്തില്. അല്ല, ആന്റണി ഗ്രൂപ്പ് അല്ല. ഗ്രൂപ്പാണ് പണ്ടും CPM-ന് വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത്. ഈ ഗ്രൂപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ CPM-ന് കോൺഗ്രസിന് പറ്റാതായപ്പോഴാണ് അതിൽ പലരും പിന്നെ BJP-യിലോട്ട് പോകുന്നത്. അവർ കടുത്ത CPM വിരുദ്ധരാണ്, അവർ ഇടത് വിരുദ്ധരാണ്, അവർ മുതലാളിത്ത ചിന്താഗതിയുള്ളവരാണ്. അപ്പൊ അവരെ BJP-യിൽ അവർക്ക് സ്വാഭാവികമായിട്ടൊരു സ്ഥലമുണ്ട്. പത്മജയെ പോലെ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ ഇവര് കുറച്ചുകൂടെ BJP-യിൽ ധൈര്യമായിട്ട് വരും. ഇപ്പൊ അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇതിനുള്ളിൽ വന്നാൽ അവർക്ക് ആരുമായിട്ടാണ് ബന്ധപ്പെടാൻ പറ്റുന്നത്? അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും അവതരിപ്പിക്കാൻ അവർക്കൊരാളില്ല. പത്മജ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, പത്മജയ്ക്ക് ഒരു ഞാൻ ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനം അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അതൊരു ഊഹാപോഹമായിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. പക്ഷെ പത്മജയ്ക്ക് തീർച്ചയായിട്ടും ഒരു റിവാർഡ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുമെന്ന് തന്നെയാണ്. അതിലൂടെ ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ കോൺഗ്രസിൽ നിന്നും ഇങ്ങോട്ട് വന്ന് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് അർഹിക്കുന്ന സ്ഥാനം കിട്ടും. അങ്ങനെ മടിച്ചു നിൽക്കേണ്ട. അതായത് അങ്ങ് പറഞ്ഞത് ശരിയാണ്. അതായത് ഇത് കോൺഗ്രസിന്റെ ഉള്ളിൽ ആളുകൾക്കിടയിൽ ഒരു പ്രചോദനം, BJP-യിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കാൻ അതിന്റെ ഭാഗമായിട്ടും കൂടിയാണ് നമുക്ക് കരുതാം, അല്ലെ? അതെ. ഇത് കോൺഗ്രസിൽ മാത്രമല്ല. അപ്പൊ ഇത് കാണുമ്പം CPM-ലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഉള്ളവർക്ക് ആ സംശയം അങ്ങ് മാറും. അപ്പൊ അവരൊക്കെ സംശയിക്കുന്നത് ഈ സംഘപരിവാർ എന്ന് പറയുന്നത് ഈ RSSന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. BJP അതുപോലെ തന്നെ അവരുടെ ഒരു ആവാസ വ്യവസ്ഥയിലൂടെ കടന്നു വരാത്തവർക്കൊന്നും അവിടെ ഒരു സ്ഥാനവും ഇല്ല. അങ്ങനെയൊക്കെ പേടിച്ച് മടിച്ചു നിൽക്കുന്നവരോട് അമിത്ഷായും മോഡിയും പറയുവാണ്, കടന്നു വരൂ, ടിക്കറ്റ് എടുക്കൂ എന്ന് പണ്ട് ഈ ലോട്ടറി കച്ചവടക്കാര് പറയും. അതുപോലാണ് കടന്നു വരൂ എന്ന് പറയുക. പത്മജ വേണുഗോപാലിനെ ഈ ഒരു സ്ഥാനം കൊടുത്താൽ ഒരുപാട് സ്ഥലത്തുനിന്നും ആൾക്കാർ കടന്നു വരും. നമുക്കറിയാം, ഈ പത്മജ വേണുഗോപാല് 2004 തോറ്റു, 2016 തോറ്റു, 2021 തോറ്റു. അതിനുശേഷമാണ് അവര് BJP-യിലേക്ക് എത്തുന്നത്. ഇവര് ഇപ്പോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ഷാഫിനെക്കാട്ടിയും കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ജയിച്ചത്. അന്നേരം പത്മജയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അവര് പറഞ്ഞത്, ഇപ്പോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയാണല്ലോ, ഇവിടെ ജയിച്ചത് രാഹുൽ അല്ല, ഷാഫിയും ഷാഫിയുടെ വർഗീയതയുമാണ്. എവിടെയാണ് UDFന് വോട്ട് കൂടിയതെന്ന് കണ്ടാൽ മനസ്സിലാകും. ഇല്ലാത്ത വർഗീയത പറഞ്ഞ് ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്ന ഈ വൃത്തികെട്ട രാഷ്ട്രീയം നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്കുടനെ പണി കിട്ടും. ഇങ്ങനെയൊക്കെയാണ് പത്മജ അന്ന് പ്രതികരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോ ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കൊടുമ്പിരി കൊള്ളുകയാണ്. ഇനി വോട്ടെണ്ണലിനും വോട്ട് എടുക്കുന്നതിനൊക്കെ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് പത്മജയെ നമ്മുടെ രാജ്യതലസ്ഥാനത്ത് ഗവർണറായിട്ട് വരാൻ പോകുന്നതെന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയായിരിക്കും വന്നാൽ. അല്ല, അവിടെ എവിടെയോ എന്തായാലും അവർക്കൊരു സ്ഥാനം കൊടുക്കുന്നത് അത് വലിയൊരു സന്ദേശമായിരിക്കും. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സമയപരിമിതി മൂലം നമുക്ക് നിർത്താം. ഈ പണ്ടൊക്കെ ഈ ഇലക്ഷൻ, ഇപ്പം നിങ്ങൾ BJP-യുടെ ആവാസ വ്യവസ്ഥയിലൂടെ വന്ന ഒരാളാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. അദ്ദേഹം ഹിന്ദുത്വത്തിന്റെ കേരളത്തിലെ പതാക വാഹകനായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലെ ഒരു ഹിന്ദു മുഖമായിരുന്നു. എല്ലാം ശരി തന്നെയാണ്, വല്ല തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല.
ഉം. പക്ഷേ കുമ്മനം രാജേട്ടൻ എത്ര ഇലക്ഷനിൽ മത്സരിച്ചു? അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയോ? അദ്ദേഹത്തിന് അകമഴിഞ്ഞുള്ള പിന്തുണ BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ കൊടുത്തില്ലേ? കാരണം എന്താണ്? അവരൊന്നും ഈ ഇലക്ഷന്റെ മൈക്രോ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവർക്കൊന്നും ജയിച്ചു പരിചയമില്ല. ഇവർ ജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ പരിവാറിന്റെ ഒരു 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 കുമിളയ്ക്കുള്ളിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ അവർക്ക് ബന്ധമുള്ളൂ. അതിനപ്പുറത്തോട്ട് എങ്ങനെ ബന്ധപ്പെടണം, രാഷ്ട്രീയം എന്താണ്, അത് അവർക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അദ്ദേഹത്തിനോട് ബഹുമാനമൊക്കെ ഉണ്ട്, പക്ഷെ അദ്ദേഹം രാഷ്ട്രീയത്തിന് പറ്റിയ ആളല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അപ്പോ ഈ രാഷ്ട്രീയം അറിയാവുന്നവരും ജയിക്കുകയും തോക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഈ കോൺഗ്രസിലെ പഴയ ഗ്രൂപ്പുകാർ അല്ലെങ്കിൽ CPMകാർ. അപ്പൊ അവരൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ എങ്ങനെ ഇത് അവസാന നിമിഷമാണ് പലപ്പോഴും. ഇപ്പൊ നിങ്ങളുടെ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? മഞ്ചേശ്വരം എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ ഏതാണ്ട് കഴിഞ്ഞ 35 വർഷമായിട്ട് തുടർച്ചയായിട്ട് 2ാം സ്ഥാനത്താണ് BJP. ഈ നിങ്ങൾ വെറുതെ ഒരു മാവിനിട്ട് എന്താണ് 80 വോട്ടുകൾക്കാണ് ഒരു സമയത്ത് സുരേന്ദ്രൻ തോറ്റത്. അല്ല, ഞാൻ പറയുന്നത് കേൾക്കുക. അതായത് നിങ്ങൾ ചുമ്മാ ഒരു മാവേലെ നിറച്ച് മാങ്ങ നിൽക്കുന്നു. നിങ്ങൾ വെറുതെ എറിഞ്ഞുകൊണ്ട് ലക്ഷ്യബോധമില്ലാതെ എറിഞ്ഞാലും ഒരു 2 മാങ്ങ വീഴും. ഈ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് ലക്ഷ്യബോധമില്ലാതെ ഇലക്ഷൻ എന്നാൽ ഇത് ജയിക്കത്തില്ല. ലോക ചരിത്രത്തിൽ തന്നെ ഒരു അത്ഭുതമായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ 35 വർഷമായിട്ട് 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ? ജയിക്കാം, അല്ലെ 3ാം സ്ഥാനത്ത് പോകണം. ഇത് രണ്ടും പോത്തില്ല. ജയിക്കത്തുമില്ല, 3ാം സ്ഥാനത്ത് പോകത്തുമില്ല, 2ാം സ്ഥാനത്ത് ഇങ്ങനെ നിൽക്കും. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ വെറുതെ കളിയാക്കിയതല്ല. കാരണം ഇവർക്ക് മൈക്രോ മാനേജ്മെന്റ് ചെയ്യാൻ അറിയില്ല. അവസാന നിമിഷമാണ് ഈ ജയിക്കാനുള്ള സൂത്രവാക്യങ്ങൾ വരുന്നത്. അവിടെ ഫിനിഷിംഗ് പോയിന്റിൽ വെച്ച് ഇവര് തളർന്നു വീഴും. അതായത് മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്, ഈ പഠിക്കൽ കൊണ്ട് കാലമുടക്കുക എന്നുള്ളത്. ആ ഒരു കലാപരിപാടിയിൽ ഡോക്ടറേറ്റ് എടുത്തവരാണ് എല്ലാ BJP നേതാക്കന്മാരും. അതൊന്നും മാറ്റിയിട്ട് ഈ അവസാന നിമിഷം എങ്ങനെ ഓട്ടത്തിൽ 100 മീറ്റർ ഓട്ടത്തിൽ ഈ നെഞ്ച് മുന്നോട്ട് തള്ളിയിട്ടാണ് പലപ്പോഴും ജയിക്കുന്നത്. അത്ര മൈക്രോ സെക്കൻഡിൽ അതുപോലെ ജയിക്കാൻ ഇവർക്ക് അറിയാൻ വയ്യ. ചോദിച്ചോളൂ. ഈ ദേശീയ നേതൃത്വത്തിന് ഇപ്പോഴും കേരളം എടുക്കണം എന്നൊരു താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു. അതായത് BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് വളരെ മെല്ലനെ, അതായത് ഈ അടിവേര് മുഴുവൻ അടിയിൽ താഴ്ന്ന് ഉറപ്പായതിനു ശേഷം മാത്രം, തിരക്കൊന്നുമില്ല, വളരെ മെല്ലനെ. അതായത് കേരളത്തിലെ ഒരു പൊതുബോധമുണ്ട്. ആ പൊതുബോധം എന്ന് പറയുന്നത് മതേതര ബോധമാണ്. അങ്ങനെ പല പല ബോധങ്ങളാണ്. അതിനെ മുഴുവൻ മാറ്റാതെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിഷ്പ്രഭമായി പോകേണ്ടി വരും എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇത്രയും വൈകി മതി. എന്റെ ഗൗതം, അതൊന്നും അല്ല പ്രശ്നം. കാരണം നിങ്ങളോട് ആരാ പറഞ്ഞ BJP കേരളത്തിൽ ജയിക്കത്തില്ലെന്ന്? 2004 NDA സ്ഥാനാർത്ഥിയായിട്ട് PC തോമസ് ക്രിസ്ത്യാനികൾ 43% ക്രിസ്ത്യാനികളുള്ള മൂവാറ്റുപുഴ ലോക്സഭാ സീറ്റ്, അസംബ്ലി സീറ്റിൽ നിന്നല്ല ജയിച്ചത്. അതായത് പാല, ഈരാറ്റുപേട്ട, പൂഞ്ഞാറ്, കോതമംഗലം ഇതൊക്കെ ക്രിസ്ത്യാനികളുടെ കോട്ടയാണ്. അവിടുന്ന് NDA സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ ജയിച്ചു. ഈ BJPക്കാർ പോലും അതൊന്നും, അതായത് ഇവർക്ക് ഈ പെർസെപ്ഷൻ വാറിൽ അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാര് പ്രചരണ രംഗത്ത്, പ്രൊപ്പഗണ്ട രംഗത്ത് അവർക്കില്ല. അവർക്ക് ഈ പറയുന്നത് പോലെ കുറെ പഴകി പൊളിഞ്ഞ കുറെ മുഖങ്ങളുണ്ട്. ഇവർക്കൊന്നും പ്രചരണം നടത്താൻ പോലും അറിഞ്ഞില്ല. ഇങ്ങനെ അവർ ജയിച്ചിട്ടുണ്ട് കേരളത്തിന്റെ പൊതുബോധം BJPക്കെതിരെ ഒന്നും അല്ല. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി ജയിക്കില്ലല്ലോ. ഇതൊക്കെ ഈ കള്ളത്തരമൊക്കെ പറയും. പക്ഷെ അവിടെ എത്തിയത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അത് സ്വീകാര്യമായി തീർന്ന അല്ല, ഇത് അടിസ്ഥാനപരമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ എത്തത്തില്ലല്ലോ. ഒരു ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിന് കുഴപ്പമുണ്ടെങ്കിൽ അത് മുകളിലോട്ട് കെട്ടിപ്പൊക്കാൻ പറ്റും, അത് ഒടിഞ്ഞു വീഴില്ലേ? ഇവിടെ പ്രശ്നം അതൊന്നുമല്ല. ഇവിടെ ഇവർക്ക് ജയിക്കാൻ അറിഞ്ഞുകൂടാ. ഇവർക്ക് മൈക്രോ മാനേജ്മെന്റ്. ഇവര് കുറെ സങ്കല്പ ലോകത്ത് എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും, സങ്കല്പ ലോകമല്ല യുവലോകം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാട്ടും പാടിയിരിക്കുക. ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിർത്താം, കാരണം ഒരുപാട് സമയമായെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ ഒരു ഉദാഹരണം പറയാം. എല്ലാ ഇലക്ഷന് മുമ്പും പണ്ട് BJPക്കാർ ചെയ്യുന്നത്, അവരുടനെ ജയിക്കും. ഒരു മന്ത്രം അവരുടെ കയ്യിലുണ്ട്. അവർ അടിയന്തരാവസ്ഥയിലെ മിസ തടവുകാരുടെ ഒരു യോഗം വിളിക്കും. യോഗം വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ വിചാരം അതോടുകൂടി ഈ കുമ്മനം രാജശേഖരൻ എവിടെ മത്സരിച്ചാലും ഈ ഒരു കലാപരിപാടി ഇദ്ദേഹം നടത്തും. പക്ഷെ അതോടുകൂടി വോട്ട് ചെയ്യാനിരുന്ന കരുണാകര ഭക്തരായിട്ടുള്ള കോൺഗ്രസ്സുകാർ മുഴുവൻ BJPക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചിരുന്നതാണ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഇലക്ഷനിൽ കേരളത്തിൽ 20 സീറ്റും കോൺഗ്രസ് പാർലമെന്റിലോട്ട് ജയിച്ചു.
കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അസംബ്ലിയിൽ കോൺഗ്രസ് ജയിച്ചു കയറി. ഈ രാഷ്ട്രീയം അല്ല ഇവർ വേറെന്തോ ഒരു ലോകത്തായിരുന്നു. അപ്പം ഞാൻ വീണ്ടും പറയുന്നത്, കേന്ദ്രത്തിന് ഇതൊക്കെ അറിയാം. കേന്ദ്രത്തിന് ബി ജെ പി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം RSSും BJPയും ഒക്കെ ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായത്തെ അങ്ങ് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ ഒറ്റയടിക്ക് കേന്ദ്ര നേതൃത്വങ്ങൾ തയ്യാറായില്ല. പക്ഷെ ഇപ്പോഴവര് മടുത്തു, അവര് തയ്യാറായി. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാള് സംസ്ഥാന BJP അധ്യക്ഷനായത്. അത് ഒരു 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 സൂചനയായിരുന്നു. പത്മജയ്ക്ക് ഗവർണർ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അത് മറ്റൊരു സൂചനയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്നുകൂടെ ഞാൻ പറയുക, കടന്നു വരൂ, ടിക്കറ്റ് എടുക്കൂ എന്ന് മോഡിയും അമിത്ഷായും കൂടെ കട തുറന്നു വെച്ച് പറയുകയാണ്. അതൊരു വ്യക്തമായ സൂചനയാണ്. ഇതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി.